നടൻ ബാലചന്ദ്ര മേനോന്റെ പരാതിയിൽ യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസെടുത്തു. ആലുവയിൽ താമസിക്കുന്ന നടി യൂട്യൂബ് ചാനൽ വഴി തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് ബാലചന്ദ്ര മേനോന്റെ പരാതി. IT ആക്ട് പ്രകാരം സൈബർ പോലീസാണ് കേസെടുത്തത്. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. നടിയുടെ ഈ അഭിമുഖം പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നിയമ നടപടിയിലേക്ക് നീങ്ങാനായിട്ട് ബാലചന്ദ്ര മേനോൻ നിർബന്ധിതനായിരിക്കുന്നത്. ഇതിൽ യൂട്യൂബ് ചാനലുകൾ, ഈ അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലുകൾ അത് വളരെ അപകീർത്തിപരമായ രീതിയിൽ തനിക്കെതിരെ ഇത് മാറിയിരിക്കുന്നു. നടിയുടെ ഒരു അഭിമുഖം യാതൊരു വാസ്തവമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കാര്യങ്ങളാണിത്. അത് ആ രീതിയിലേക്ക് സംപ്രേഷണം ചെയ്തിരിക്കുന്നു. തനിക്ക് അപകീർത്തികരമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ സൈബർ പോലീസിന് ബാലചന്ദ്ര മേനോൻ പരാതി നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് കേസ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലുകളുടെ അതിൻ്റെ കണ്ടന്റുകൾ പരിശോധിച്ച ശേഷമാണ് ഏതെല്ലാം ചാനലുകൾക്കെതിരെയാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ പ്രക്ഷേപണം ചെയ്തിരിക്കുന്ന ഏതെല്ലാം ചാനലുകൾക്കെതിരെ എന്തെല്ലാം രീതിയിലാണ് ഇനിയിപ്പോൾ അടുത്ത വകുപ്പുകൾ പ്രകാരം കേസുമായി മുന്നോട്ട് പോകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും സമയത്ത് തീരുമാനിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ബാലചന്ദ്ര മേനോൻ കഴിഞ്ഞ ദിവസം DGPക്ക് പരാതി നൽകിയിരിക്കുന്നു. അതിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഈ നടിയുടെ അഭിഭാഷകൻ, അതായത് ഈ ആലുവയിൽ താമസിക്കുന്ന നടി മറ്റ് പലർക്കെതിരെയും തന്നെയും പരാതി പറഞ്ഞിട്ടുണ്ട്. പലർക്കെതിരെയും തന്നെ ആ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ കേസ് വന്നിരിക്കുന്നു. നടൻ മുകേഷ് അടക്കമുള്ളവരെ ഇതെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ നടിയുടെ അഭിഭാഷകൻ തൻ്റെ ഭാര്യയുടെ മൊബൈൽ ഫോണിൽ വിളിക്കുകയും വരും ദിവസങ്ങളിൽ 3 പരാതികൾ ബാലചന്ദ്ര മേനോനെതിരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 ലൈംഗിക പരാതികൾ വരും എന്ന് തന്നെ, പീഡന പരാതികൾ വരുമെന്ന് തന്നെ പറയുകയും ചെയ്തിരുന്നു. അതിനടുത്ത ദിവസമാണ് നടിയുടെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇത് സംബന്ധിച്ച് വരികയും ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോൾ മറ്റ് യൂട്യൂബ് ചാനലുകൾ വഴി അടക്കമുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഭീഷണി തനിക്ക് വന്നിരിക്കുന്നു എന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ബോധപൂർവമായ ചിലരുടെ ശ്രമമാണ്, പണം തട്ടാനുള്ള ചില വക്രബുദ്ധികളുടെ ശ്രമമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബാലചന്ദ്ര മേനോൻ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു നടപടികളടക്കം പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഈ യൂട്യൂബ് ചാനലുകളിൽ പ്രസിദ്ധീകരിച്ച നടിയുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ച യൂട്യൂബ് ചാനലുകൾക്കെതിരെ സൈബർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയും ചെയ്യുന്നത്.